പ്രേക്ഷകർക്കറിയാം സംസ്ഥാനത്ത് പരക്കെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോൾ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അപ്പോൾ ജാഗ്രത തുടരേണ്ട സമയമാണ്. അപ്പോൾ അതുൾപ്പെടെ നമ്മുടെ മഴ മുന്നറിയിപ്പ് ഉൾപ്പെടെയുള്ള ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. എല്ലാം വിശദമായി നോക്കാം. ആദ്യം നമുക്ക് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് ആന്ധ്ര, ഒഡീഷ തീരം തൊടും. ലഡാക്കിൽ അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ ജോധ്പൂരിലെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വാങ്ചുക്കിന് പിന്തുണയുമായി മെഹബൂബ മുഫ്തി അടക്കമുള്ള നേതാക്കൾ. ലഡാക്കിന്റെ സംസ്ഥാന പദവിയിൽ ഇന്ന് ഡൽഹിയിൽ ചർച്ച. UN പൊതുസഭയിൽ ഡൊണാൾഡ് ട്രംപിനെ വാനോളം പുകഴ്ത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ട്രംപ് മനുഷ്യരാശിയെ രക്ഷിച്ചെന്ന് ഷഹബാസ് ഷെരീഫ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് പൊതുസഭയിൽ സംസാരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിലെ പാക് അവകാശവാദങ്ങൾക്ക് മറുപടി നൽകും. ഹമാസിനെ ഇല്ലാതാക്കും വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഹമാസിലെ ഒരാളെയും ബാക്കി വെക്കില്ലെന്ന് മുന്നറിയിപ്പ്. നെതന്യാഹു സംസാരിക്കാനെത്തിയപ്പോൾ പൊതുസഭയിൽ നിന്നിറങ്ങിപ്പോയി പ്രതിനിധികൾ. അയ്യപ്പ സംഗമത്തിലൂടെ CPM നേടിയ രാഷ്ട്രീയ മേൽക്കൈ മറികടക്കാൻ UDF. ശബരിമല വിഷയത്തിൽ കോട്ടയത്ത് ഇന്ന് വിശദീകരണ യോഗം. സമുദായ സംഘടനകളെ തൊടാതെ LDFനെ കുറ്റപ്പെടുത്തി വിവാദം മറികടക്കാൻ ശ്രമം. ഏഷ്യാകപ്പിലെ അവസാന സൂപ്പർ ഓവർ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് ജയം. ആദ്യ പന്തിൽ തന്നെ ഇന്ത്യയെ ജയത്തിലേക്ക് നയിച്ച് സൂര്യകുമാർ യാദവ്. ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ നാളെ. വിശദമായി കടക്കുകയാണ് വാർത്തകളിലേക്ക്. അപ്പോൾ നമുക്ക് മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യുമെന്നുള്ളതാണ് മുന്നറിയിപ്പുള്ളത്. വടക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴ ഇന്ന് പെയ്യാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് ആന്ധ്ര, ഒഡീഷ തീരം തൊടും. അജയ് സുധ ബിജുവാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അജയ്, വെരി ഗുഡ് മോർണിംഗ്. അജയ്, ഇന്നും മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണല്ലേ? ഏതൊക്കെ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്? ആര്യ, ഗുഡ് മോർണിംഗ്. ഇന്നലെയായിരുന്നു സംസ്ഥാനത്ത് പരക്കെ വലിയ തോതിലുള്ള മഴ ശക്തമായത്. ഈ മാസം 30-ാം തീയതി വരെ ഈ മഴ ഇതേപോലെ തന്നെ തുടരും എന്നാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്നലെ തെക്കൻ ജില്ലകളെയാണ് പ്രധാനമായിട്ടും മഴ ബാധിച്ചിരുന്നതെങ്കിൽ ഇന്ന് വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമാകും എന്ന് അറിയിച്ചിട്ടുള്ളത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 5 ജില്ലകളിൽ നിലവിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മഴ ഇപ്പോൾ നിലവിൽ ഈ 30-ാം തീയതി വരെ ശക്തമായിട്ട് തുടരും. അതിനുശേഷം കാലവർഷത്തിൻ്റെ ശക്തി കുറയും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് അടുത്ത ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടും എന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ രൂപപ്പെട്ടത് ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം ഇപ്പോൾ നിലവിൽ ശക്തമായിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദം കാരണമാണ് കേരളത്തിൽ ഈ മഴ വ്യാപകമാകാനുള്ള കാരണം എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ പുതിയ ന്യൂനമർദ്ദം ഇന്ന് ആന്ധ്ര, ഒഡീഷ തീരത്ത് തൊടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ആന്ധ്ര, തെലങ്കാന അതുപോലെ തന്നെ ഒഡീഷ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോവ, മഹാരാഷ്ട്ര തീരങ്ങളിൽ പ്രധാനമായിട്ടും മഹാരാഷ്ട്രയിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴ ശക്തമായിരുന്നു. മഹാരാഷ്ട്രയിൽ വ്യാപകമായിട്ട് കൃഷിനാശവും സംഭവിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഈ കൃഷിനാശത്തിൽ കർഷകരെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനിരിക്കെയാണ് ഇപ്പോൾ പുതിയ ന്യൂനമർദ്ദം
ഇപ്പോൾ ശക്തമാകുന്നത്. ഇത് കാരണം മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഗോവൻ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതുപോലെ ആന്ധ്ര തെലങ്കാന തീരങ്ങളിലും ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായ ന്യൂനമർദ്ദം ഈ മാസം 30-ാം തീയതിയോടുകൂടി ഇതിൻ്റെ ശക്തി കുറയുകയും അതിനുശേഷം ഒക്ടോബർ 2-ാം തീയതിയോടുകൂടി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പുതിയ ന്യൂനമർദ്ദത്തിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആയിരിക്കും പ്രധാനമായിട്ടും ബാധിക്കുക. ഇവിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ഒക്ടോബർ 2-ാം തീയതി മുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ആര്യ, 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മുന്നറിയിപ്പുള്ളത്. അതേപോലെ തന്നെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. എന്തായാലും വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഉള്ളത്. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ, ലഡാക്കിലെ പ്രക്ഷോഭത്തിന് പിന്നാലെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ ജോധ്പൂരിലെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരം അക്രമാസക്തമായതിന് പിന്നിൽ സോനം വാങ്ചുക്കാണെന്നാണ് ആരോപണം. സംഘർഷത്തെ തുടർന്നുണ്ടായ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ലഡാക്കിൽ പ്രതിഷേധിച്ച സംഘടനകളുടെ പ്രതിനിധികളുമായി ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡൽഹിയിൽ ചർച്ച നടത്തും. അജയ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജയ്, നമുക്കറിയാം കേന്ദ്രത്തിന്റെ വാദം എന്ന് പറയുന്നത് ഈ സോനം വാങ്ചുക്കാണ് ഇത്തരത്തിൽ സംഘർഷഭരിതമായ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അതിലേക്ക് നയിച്ചത് എന്നൊക്കെയാണ്. പക്ഷെ അതേസമയം തന്നെ ഈ നമുക്കറിയാവുന്നതുപോലെ തന്നെ ലഡാക്കിന് സംസ്ഥാന പദവി വേണം എന്നുള്ളത് കുറെ കാലമായുള്ള ലഡാക്കികളുടെ വലിയ ആവശ്യം തന്നെയാണ്. സ്വയംഭരണം വേണം, സംസ്ഥാനം ആയിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ സോനം വാങ്ചുക്ക് അതിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ മനഃപൂർവ്വം കേന്ദ്രം വേട്ടയാടുകയാണ് എന്ന തരത്തിലുള്ള ആരോപണവും മറുവശത്ത് ശക്തി പ്രാപിക്കുന്നുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും ആര്യ. ഇപ്പോൾ നിലവിൽ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുഖ്യ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എല്ലാം ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. കോൺഗ്രസ് പറയുന്നത് കേന്ദ്ര സർക്കാരിന് ലഡാക്കിലുള്ള ക്രമസമാധാനം അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ പരാജയം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധ തിരിക്കാനായി ശ്രമിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്നാൽ കേന്ദ്രം പറയുന്നത് ഈ യുവാക്കളെ അതുപോലെ തന്നെ ജനങ്ങളെയും മുഴുവൻ കേന്ദ്ര സർക്കാരിനെതിരെ പ്രസംഗങ്ങളിലൂടെ തിരിച്ചു. അതുപോലെ തന്നെ ഈ അറബ് വസന്തവും പിന്നെ നേപ്പാളിലുള്ള ജൻസി പ്രക്ഷോഭവും ഇതെല്ലാം ജനങ്ങളിലേക്ക് പ്രസംഗങ്ങളിലൂടെ പറഞ്ഞ് അവരെ കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ദേശസുരക്ഷാ നിയമപ്രകാരമാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ NGO സംഘടന വഴി വിദേശത്ത് നിന്ന് ധനസഹായം സ്വീകരിച്ചു, അതുപോലെ പാകിസ്ഥാൻ സന്ദർശിച്ചു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളും ഇദ്ദേഹത്തിനെതിരെയുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഒരു മറുവാദമായി സോനം വാങ്ചുക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ വിദേശ ധനസഹായം അത് താൻ ചെയ്തു നൽകിയ സേവനങ്ങൾക്കുള്ള പണമായിട്ടാണ് ലഭിച്ചത്, അല്ലാതെ വിദേശ ധനസഹായം ഒന്നും തന്നെ സംഭാവനകളായോ അല്ലെങ്കിൽ മറ്റ് രീതികളിലോ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇപ്പോൾ വളരെ നാളായി നിരാഹാരം അനുഷ്ഠിച്ചു വരികയായിരുന്നു. ഈ ലഡാക്കിന് സംസ്ഥാന പദവി വേണം, അതുപോലെ തന്നെ സ്വയം ഭരണാവകാശം വേണം. അതുപോലെ അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവർക്ക് സംവരണം വേണം, അതുപോലെ തന്നെ കൂടുതൽ സർക്കാർ ജോലികളിലുള്ള കൂടുതൽ അവർക്ക് പ്രാതിനിധ്യം വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നാളായി അവർ ആവശ്യം ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഈ സംസ്ഥാന പദവി വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് തന്നെ കഴിഞ്ഞ 1 വർഷമായിട്ട് അവർ സംസ്ഥാന വ്യാപകമായിട്ട് മാർച്ചുകളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും എല്ലാം സമാധാനപൂർവമായിട്ട് തന്നെ നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് കേന്ദ്ര സർക്കാരുമായി വിവിധ സംഘടനകൾ ചർച്ച നടത്തുകയായിരുന്നു. ഇനി അടുത്ത് വരാനിരിക്കുന്ന ചർച്ച ഒക്ടോബർ 6-ാം തീയതി ഷെഡ്യൂൾ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കായിരുന്നു ഇത്തരത്തിലൊരു വലിയ സംഘർഷത്തിലേക്ക് സംസ്ഥാനം മുഴുവൻ സാഹചര്യത്തിലാണ് അല്ലേ അജയ് പെട്ടെന്നൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ കേന്ദ്രം കടന്നിരിക്കുന്നത്. ഈ ചർച്ചയിൽ ഏത് തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം?
ആര്യ, ഇപ്പോൾ നിലവിൽ സ്വാഭാവികമായിട്ട് ഈ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളിലും അപ്പോൾ ഈ ആവശ്യങ്ങളിലുമുള്ള ചർച്ച ഒക്ടോബർ 6-ാം തീയതി നടക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സോനം വാങ്ചുക്കിൻ്റെ അറസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ വരുന്നത്. മാത്രമല്ല സംസ്ഥാനത്ത് മുഴുവൻ ഒരു സംഘർഷം വരുന്നു, അതിൽ വെടിവയ്പ്പിൽ 4 പേർ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഈ അടിയന്തര സാഹചര്യത്തെ തുടർന്ന് ഡൽഹിയിൽ ഇന്ന് സംസ്ഥാനത്തുള്ള ഈ പ്രതിഷേധിച്ച സംഘടനകളിലെ 6 പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചയിൽ അവരുടെ പല ആവശ്യങ്ങളും പരിഗണിക്കാം എന്നുള്ളൊരു ഉറപ്പും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ സംവരണം എന്നുള്ള ആവശ്യം, അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഈ സംവരണം നൽകാം, അതുപോലെ തന്നെ സർക്കാർ തസ്തികകളിൽ അവർക്കുള്ള പ്രാതിനിധ്യം അത് ഉയർത്താം എന്നുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരം. എന്നാൽ ഈ സംസ്ഥാന പദവി നൽകുക അല്ലെങ്കിൽ സ്വയം ഭരണാവകാശം നൽകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല. അതിനോട് ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം അല്ല കേന്ദ്ര സർക്കാർ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഈ കശ്മീരിൽ ഇലക്ഷൻ നടന്നതിന് പിന്നാലെ ലഡാക്കിലും ഇലക്ഷൻ നടക്കണം, ഒരു തദ്ദേശീയ ഗവൺമെൻറ് സ്ഥാപിക്കണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം അവർ നിരവധി നാളായി ഉന്നയിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ, ഈ ഒരു ആവശ്യത്തിൽ ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല. അതിനുള്ള ഒരു സാധ്യതകൾ അതെല്ലാം ചർച്ചയാവേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ ചർച്ചയിൽ തീർച്ചയായിട്ടും പ്രതിഷേധിച്ച സംഘടനകൾ ഇവയെല്ലാം ഉയർത്താനുള്ള സാധ്യതകളുണ്ട്. പ്രതിഷേധിച്ചിട്ടുള്ള ലഡാക്ക് അപെക്സ് ബോഡി, അതുപോലെ തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നീ സംഘടനകളുള്ള 6 പ്രതിനിധികളാണ് നിലവിൽ ചർച്ചയ്ക്ക് സന്നദ്ധമായിട്ടുള്ളത്. സംസ്ഥാനത്തുള്ള ക്രമസമാധാനം അത് ഇപ്പോൾ നിലവിൽ ഈ വലിയൊരു പ്രതിഷേധ സാധ്യത കേന്ദ്ര സർക്കാർ കണക്കിലെടുത്തിരുന്നു. അപ്പോൾ ഇത് കാരണമാണ് ഈ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ രാജസ്ഥാനിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി വലിയൊരു പ്രതിഷേധവും അതുപോലെ തന്നെ മാർച്ചും അതെല്ലാം ഇന്ന് രൂപപ്പെടാനുള്ള സാധ്യതകൾ അത് നേരത്തെ പറഞ്ഞിരുന്നു. ഇത് കാരണം ഇപ്പോൾ നിലവിൽ അവിടെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ ജോധ്പൂരിലേക്ക് മാറ്റിയതും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് കൂടുതൽ മൂർച്ഛിച്ച് ഇനിയും ആളുകൾ കൊല്ലപ്പെടുക തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളിൽ നിരവധി പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച തന്നെ സോനം വാങ്ചുക് മാധ്യമങ്ങളെ കാണാനിരുന്നതായിരുന്നു. മാധ്യമങ്ങളെ കാണാൻ വേണ്ടി ഒരു പ്രസ് മീറ്റ് എല്ലാം ഷെഡ്യൂൾ ചെയ്തതിന് തൊട്ടു മുമ്പാണ് DGP ഉൾപ്പെട്ട പോലീസ് സംഘം വന്ന് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്നത്. മാത്രമല്ല ഇദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നത് സംസ്ഥാനത്ത് സംഘർഷം ഇപ്പോൾ വ്യാപകമാകുന്നതിനും ഈ 4 പേരുടെ മരണത്തിലേക്ക് എത്തിയതിനും അത് കേന്ദ്ര സർക്കാരാണ് കാരണമെന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു അനിശ്ചിതത്വത്തിൽ തന്നെയാണ് ലഡാക്കിലെ സാഹചര്യങ്ങൾ. ആര്യ, അജയ്, ഇപ്പോൾ ലഡാക്കിന്റെ കാര്യം എടുത്താൽ അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ അവിടുത്തെ ആ മേഖലയുടെ പ്രത്യേകത നമുക്കറിയാം. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അവിടെ ഇത്തരത്തിലൊരു ആഭ്യന്തര കലാപം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും വലിയ ക്ഷീണമുണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഗൗരവത്തോടെയാണ് കേന്ദ്രം ഇതിനെ നോക്കിക്കാണുന്നതും. പക്ഷേ ഈ ഒരു വിഷയം കേന്ദ്രത്തെ അടിക്കാൻ കിട്ടിയ ഒരു വടിയായി കോൺഗ്രസ് കാണുന്നുണ്ട്. അതേസമയം തന്നെ പക്ഷേ ഇത്തരത്തിലൊരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം, അതിന് നേതൃത്വം നൽകിയത്, അവിടെയുള്ള പ്രതിഷേധങ്ങൾ സംഘർഷഭരിതമാക്കിയതിന് കാരണം, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണെന്നുള്ള പ്രത്യാരോപണം BJPയും നടത്തുന്നുണ്ട്, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലും അത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസ് പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. ഈ സംഘർഷത്തിന് കാരണം BJP ആണെന്ന് കോൺഗ്രസ് പറയുന്നു. ഈ സംഘർഷം ഇത്രയധികം കലുഷിതമാകാനും അവിടെയുള്ള ഒരു ക്രമസമാധാനം അത് പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ക്രമസമാധാന രംഗം അത് പരിപാലിക്കുന്നതിലുള്ള പരാജയം അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായി ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇതിനൊരു പ്രത്യാരോപണം അത് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ദേശവിരുദ്ധ ശക്തികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇത് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള ഗൂഢാലോചന അത് സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഒരു വളമാവുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നത് എന്ന് BJP ആരോപണം ഉന്നയിക്കുന്നു. എന്തായാലും സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ സാഹചര്യം അത് അതിരൂക്ഷം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. സോനം വാങ്ചുക് അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സംഘർഷമുണ്ടായി നിരവധി പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹം തൻ്റെ നിരാഹാര സമരം അത് അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്നും അവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇത് സംബന്ധിച്ചിപ്പോൾ നിലവിൽ അവിടെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ഈ ലഡാക്കിൻ്റെ തൊട്ട് ഇപ്പോൾ ഒരു വടക്ക് വശത്തായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു
രാജ്യമാണ് ഇപ്പോൾ നേപ്പാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നേപ്പാളിൽ ഉണ്ടായിട്ടുള്ള പുതിയ സംഘർഷങ്ങൾ, അവിടെയുള്ള പ്രതിഷേധങ്ങൾ, ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സോനം വാങ്ചുക് അത് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, ജനങ്ങളിൽ ഒരു കലാപ ആഹ്വാനം നടത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ നിലവിൽ അറസ്റ്റ് ചെയ്തതും. എന്തായാലും ഈ നേപ്പാളിലുള്ള ഒരു ജൻസി കലാപം, അതിൽ ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള രീതിയിൽ യുവജനങ്ങളാണ് ഈ സംഘർഷങ്ങളിൽ കൂടുതലായിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നതും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ആര്യ, തീർച്ചയായും അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഹമാസിനെ ഇല്ലാതാക്കും വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് UN പൊതുസഭയിൽ പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ബന്ദികളിൽ ബാക്കിയുള്ള 20 പേരെ തിരിച്ചയച്ച് ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഹമാസിലെ ഒരാളെയും ബാക്കി വെക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞു. അതിനിടെ നെതന്യാഹു സംസാരിക്കാനെത്തിയപ്പോൾ പൊതുസഭയിൽ നിന്ന് നിരവധി പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. Which I renamed Operation Rising Lion. That's from the Bible. This 12-day war will go down in the annals. Please order in the hall. Please order in the hall. Please order in the hall. Please order in the hall and please be seated. അതേസമയം പലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ ഉടമ്പടി ഏതാണ്ട് അടുത്തെത്തിയെന്ന സൂചനയും ട്രംപ് നൽകി. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഈ UN പൊതുസഭയിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതിഷേധങ്ങളെല്ലാം ഒരു പ്രതീക്ഷയായി നമുക്ക് മുന്നോട്ട് വെക്കാം. ഒപ്പം ട്രംപിന്റെ വാക്കുകളും, ട്രംപ് പറയുന്നതിനെ എത്രത്തോളം വിശ്വസിക്കാം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഒരു വെടിനിർത്തൽ കരാർ അത് മുന്നിലുണ്ട്, ആ ഉടമ്പടിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള സൂചന അത് വലിയ പ്രതീക്ഷയാണ്. ഒപ്പം വെസ്റ്റ് ബാങ്ക് കൂടി കീഴടക്കാൻ നെതന്യാഹുവിനെ സമ്മതിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയതിലും ലോക രാഷ്ട്രങ്ങൾക്കെല്ലാം ഒരു പ്രതീക്ഷ ഉണ്ട്, അല്ലേ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്തത്. പ്രധാനമായും 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇന്നലെ UN പൊതുസഭയിൽ ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കുന്നു. അതായത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങും വരെ ഗാസയിലെ ഈ രക്തച്ചൊരിച്ചിൽ ഞങ്ങൾ തുടരും, ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധം അത് തുറന്നു കൊണ്ടുപോവുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ 20 ബന്ദികൾ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്, അവരെ ഞങ്ങൾക്ക് നൽകുക, അവരെ തിരികെ നൽകിക്കൊണ്ട് ആയുധം താഴെ വെക്കുക, അതല്ല എങ്കിൽ ഇനി കാണാൻ പോകുന്നത് കണ്ടു തന്നെ അറിഞ്ഞോളൂ എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ഭീഷണി സ്വരത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു ഇന്നലെ UN പൊതുസഭയിൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തുകയും ചെയ്ത്. അദ്ദേഹത്തിന് ആദ്യം നെതന്യാഹു സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ വലിയ ബഹളം UN പൊതുസഭയിൽ ഉണ്ടാവുകയും 100-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് പൊതുസഭയിൽ നിന്ന് ഇത് വാക്കൗട്ട് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കൂക്കി വിളിച്ചുകൊണ്ടായിരുന്നു ഈ രാജ്യത്തെ പ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയും ചെയ്ത്. അതിനിടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുകൂലിക്കുന്നവരും ഈ രീതിയിൽ കൈയടിച്ചുകൊണ്ട് ഈ ഒരു നീക്കത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിൽ തന്നെ അതൊന്നും തന്നെ വിലപ്പോയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഏഷ്യയിൽ നിന്നുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള പ്രതിനിധികൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെയാണ് ഈ വാക്കൗട്ടിൽ പങ്കെടുക്കുകയും ഈ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതൊക്കെ ഒരു വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. വൈകാതെ തന്നെ ഗാസയിൽ ഒരു സമാധാനത്തിലേക്ക് വരും, ഗാസയിലെ ജനങ്ങളുടെ ദുരിതം അവസാനിക്കുമെന്നൊക്കെ തന്നെയാണ് നമുക്ക് കരുതാനാവുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നെതന്യാഹുവിനെതിരെ രംഗത്ത് വരികയും ഒപ്പം തന്നെ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അവ അംഗീകരിക്കുകയും ചെയ്ത പ്രഖ്യാപനമൊക്കെ വരികയും ചെയ്തു. പിന്നാലെയായിരുന്നു നെതന്യാഹുവിൻ്റെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം വരുന്നത്. ഞങ്ങളിനി വെസ്റ്റ് ബാങ്കിലേക്ക് കടക്കുകയാണ്, വെസ്റ്റ് ബാങ്ക് അധിനിവേശവുമായി മുന്നോട്ട് പോകുകയാണ്, ഗാസയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ വെസ്റ്റ് ബാങ്കിൽ നടക്കുകയും ചെയ്യും, ഒരു തരത്തിലും പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാകില്ല എന്ന ഉറപ്പ് ഈ
നെതന്യാഹു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴുമൊക്കെ സമാനമായ രീതിയിലുള്ള ചില ആഹ്വാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത ഇപ്പോൾ ട്രംപ് വരുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾ ഈ ഒരു നീക്കത്തെ നീക്കത്തെ ഭയത്തോടു കൂടിയാണ് കാണുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ അത് മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്കും വെല്ലുവിളിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഈ അറബ് രാഷ്ട്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപ് ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും വെസ്റ്റ് ബാങ്ക് അധിനിവേശം സാധ്യമല്ല, അതിന് ഇസ്രായേലിനെ തങ്ങൾ അനുവദിക്കില്ല, ഒരു തരത്തിലും താൻ അതിന് അനുമതി നൽകില്ല, അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും നടക്കാൻ പോകില്ല, അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ആരും കരുതേണ്ട എന്ന രീതിയിലുള്ള ഒരു കർക്കശമായിട്ടുള്ള നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൂചന കൂടി ട്രംപ് നൽകുകയും ചെയ്യുന്നു. ഉടൻ തന്നെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വെടിനിർത്തൽ കരാറിലേക്ക് എത്തുമെന്ന് പറയുകയും ചെയ്യുന്നു. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപിന്റെ വാക്കാണ്, പഴയ ചാക്ക് പോലെയുള്ള വാക്കുകൾ തന്നെയാണ് ട്രംപ് പല തരത്തിലും നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ സമാധാനം ഉറപ്പാക്കുമെന്ന് പറയുകയും തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകൾ തന്നെ ആ നിലപാട് മാറ്റിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗാസ മുനമ്പിൽ ഈ വലിയ രീതിയിൽ രക്തച്ചൊരിച്ചിൽ തുടരുമ്പോഴും ഒരു മൗന അനുവാദത്തിന് പുറമെ ഒരു പരസ്യമായ അനുവാദം ട്രംപിന്റെ ഭാഗത്തു നിന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് യുഎനിൽ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ വീറ്റോ ചെയ്തത് US മാത്രമായിരുന്നു. 15 രാജ്യങ്ങളിൽ 14 രാജ്യങ്ങളും അതിനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 15ാമത്തെ രാജ്യം എന്ന രീതിയിൽ US അതിൽ വീറ്റോ ചെയ്ത് പുറത്തു പോവുകയും ആ ഒരു പ്രമേയം അംഗീകരിക്കപ്പെടാതെ പോവുകയും നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിൽ 6 തവണയാണ് ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് US വോട്ട് ചെയ്യുകയും ചെയ്തത്. അത്തരത്തിൽ ഉള്ള സാഹചര്യവും ഒരു വർഷം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന്റെ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഖത്തറടക്കമുള്ള രാജ്യങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് തെല്ലൊന്നുമല്ല അമേരിക്കൻ പ്രസിഡന്റിനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. അറബ് രാഷ്ട്രങ്ങൾക്കിടയിലെ അമേരിക്കൻ സ്വാധീനം, പ്രത്യേകിച്ച് നമുക്കറിയാം അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ നയതന്ത്ര തലത്തിലായാലും മറ്റ് തലത്തിലൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും അല്ലെങ്കിൽ ആ രീതിയിൽ അവരുമായി വ്യാപാരം നടത്തി മുന്നോട്ട് പോകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക തങ്ങൾക്കൊപ്പമുണ്ട് എങ്കിൽ മറ്റൊരു രാഷ്ട്രവും തങ്ങൾക്ക് നേരെ വരില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം അറബ് രാഷ്ട്രങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റിക്കുന്ന തരത്തിലായിരുന്നു ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിതമായ ആക്രമണം ദോഹയ്ക്ക് നേരെ ഉണ്ടാകുന്നത്, ഖത്തറിന് നേരെ ഉണ്ടാകുന്നത്. അതൊക്കെ അറബ് രാഷ്ട്രങ്ങളെ മാറി ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തുടക്കം, അതിനുവേണ്ടി ഒരു തുടക്കം ഇട്ട് കൊടുക്കുക എന്ന് വേണം നമുക്ക് കരുതാൻ. പിന്നാലെ റഷ്യ രംഗത്ത് വരുന്നു, അറബ് രാഷ്ട്രത്തിലെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതൊക്കെ അമേരിക്കൻ പ്രസിഡന്റിനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഒരു തരത്തിലും ഇനി ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുള്ള ഉറപ്പ് അമേരിക്കൻ പ്രസിഡന്റ് നൽകുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ട്രംപിന്റെ വാക്കുകൾ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ യാഥാർത്ഥ്യമായാൽ ഒരു പക്ഷേ ഗാസയിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ രക്തച്ചൊരിച്ചിലിന് ഒരു പരിഹാരമാകും. ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനത്തിന്റെ നാളുകൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ആര്യ, ട്രംപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് പ്രാബല്യത്തിൽ വരട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ UN പൊതുസഭയിൽ വാനോളം പുകഴ്ത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ലോകത്തിലെ വിനാശകരമായ യുദ്ധങ്ങൾ നിർത്താൻ ഇടപെട്ട് ട്രംപ് മനുഷ്യരാശിയെ രക്ഷിച്ചെന്നാണ് ഷഹബാസ് ഷെരീഫിന്റെ പരാമർശം. സൗത്ത് ഏഷ്യയിലുണ്ടായ യുദ്ധം അവസാനിപ്പിക്കാനും ട്രംപ് ഇടപെട്ടെന്നും ഷഹബാസ് ഷെരീഫ് പറയുന്നു. MG മിഥുൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, ഈ രണ്ട് നേതാക്കന്മാരും അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം അത് വല്ലാതെ അങ്ങ് ദൃഢമായി കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ആര്യ, നമുക്കറിയാം നേരത്തെ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപ് വീണ്ടും അധികാരത്തിലേറിയതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ഈ ബന്ധം കൂടുതൽ ഊഷ്മളമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശംസ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 6 വർഷത്തിനിടെ ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നു, അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവരുമായാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. അതിൽ പ്രധാനമായും ഈ ഊർജ്ജ രംഗത്തുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാര കരാർ അടുത്തിടെ അമേരിക്കയും ഒപ്പം തന്നെ പാകിസ്ഥാനും തമ്മിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ആ കരാറിൽ ഒപ്പിടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന് സുരക്ഷ
സാമ്പത്തിക സഹകരണം, ഭീകരവിരുദ്ധ പ്രവർത്തനം, നിക്ഷേപ അവസരങ്ങൾ എന്നിവയിൽ ഈ ഒരു ചർച്ചയിൽ ഉൾപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് കൃഷി, സാങ്കേതികവിദ്യ, ഖനനം, ഊർജ്ജം എന്നിവയുൾപ്പെടെ വിവിധ മേഖലയിൽ രാജ്യത്ത് നിക്ഷേപം നടത്താൻ അമേരിക്കൻ കമ്പനികളെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ക്ഷണിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് പാകിസ്ഥാനിലെ ഈ അപൂർവ ഭൗമധാതുക്കൾ, ക്രിപ്റ്റോ മൈനിങ് സാധ്യതകൾ, എണ്ണ പര്യവേഷണം തുടങ്ങിയ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് US ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് നയതന്ത്ര തലത്തിലെ ചില കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. മറ്റൊന്ന് UN പൊതുസഭയിലാണ് ഇത് സംബന്ധിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ചില രീതിയിലുള്ള പ്രശംസയും ഒപ്പം തന്നെ ഇന്ത്യക്കെതിരെ ചില നിലപാടുകൾ കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിലൊന്ന് ഈ ഏഷ്യയിലെ സംഘർഷം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം തന്നെയാണ്. അത് അവസാനിപ്പിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടൽ ഉണ്ടായി എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ വീണ്ടും പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നിലപാട് പലതവണ ഇന്ത്യ വ്യക്തമാക്കിയതാണ്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നമുക്കറിയാം ഏകദേശം 35 തവണയോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദവുമായി രംഗത്ത് വന്നതാണ്. അത് പൂർണ്ണമായും ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തതാണ്. ഒരു മൂന്നാം കക്ഷിയുടെ ഇടനില ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. DGMO തലത്തിൽ നടന്ന കൂടിക്കാഴ്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണത്തിലാണ് ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനത്തിലേക്ക് എത്തിയത്. അതും പാകിസ്ഥാൻ DGMO നേരിട്ട് ഫോണിൽ വിളിച്ച് അഭ്യർത്ഥന നടത്തിയതിന് പിന്നാലെയാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തത് എന്നുള്ള നിലപാട് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ പക്ഷേ വീണ്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രകോപനപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നു. ഇന്ത്യയുടെ 7 യുദ്ധവിമാനങ്ങൾ തകർത്തതായുള്ള അവകാശവാദങ്ങൾ നടത്തുന്നു. പക്ഷേ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെളിവുകളും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഈ നൊബേൽ സമ്മാനം അത് ആഗ്രഹിക്കുന്നത് വളരെ കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുകയാണ്. 2009 ബറാക് ഒബാമയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതിന് അന്ന് മുട്ടിട്ടതാണ് ഇത്തരത്തിലുള്ള ഒരു സ്വപ്നം. അതിനുശേഷം അത് പലകുറി ആവർത്തിച്ച് പറയുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പരസ്യമായ ഇത്തരത്തിലുള്ള പ്രതികരണം ട്രംപിന്റെ ഭാഗത്തുണ്ടായത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ സമീപകാലത്താണ് വീണ്ടും ആ ആഗ്രഹത്തിൽ കൂടുതൽ രീതിയിൽ തനിക്ക് നൊബേൽ ലഭിച്ചേ മതിയാകൂ എന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളുമായി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്ത് വരുന്ന കാഴ്ച കാണാൻ സാധിക്കുകയും ചെയ്തു. പിന്നാലെയാണ് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന് നൊബേൽ ശുപാർശ ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. പ്രത്യേകിച്ച് അടുത്ത മാസം 10-ാം തീയതിയാണ് ഈ നൊബേൽ സമ്മാനം പ്രഖ്യാപനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുന്നിലേക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ പ്രധാനമായും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റാണ് ഇടപെടുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ അതിൽ വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് UN പൊതുസഭയിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. വീണ്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അസംബന്ധം പുലമ്പുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷക് ധർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇത്തരത്തിൽ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചകളും അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം നേരത്തെ നിലപാട് വ്യക്തമാക്കിയാണ്. അതിന് വിപരീതമായി ഇപ്പോൾ എന്തുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു എന്നുള്ളതിൽ അത് അവരുടെ യുഎസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ യുഎസുമായി ഇനി അങ്ങോട്ടുള്ള കരാർ വ്യാപാരവുമായി ബന്ധപ്പെട്ടും പ്രതിരോധവുമായി ബന്ധപ്പെട്ടും യുഎസുമായി ഒത്തുചേർന്ന് മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വിമർശനമാണ് ഇന്ത്യ ഇപ്പോൾ ഉന്നയിക്കുന്നത്. MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഇന്ന് സംസാരിക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 ജയശങ്കർ പൊതുസഭയെ അഭിസംബോധന ചെയ്യുക. ഇന്ത്യയുമായി ഉണ്ടായ സൈനിക സംഘർഷത്തിനിടെ 7 ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ തകർത്തെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്കും S ജയശങ്കർ മറുപടി നൽകും. അയ്യപ്പ സംഗമത്തിലൂടെ CPM നേടിയ രാഷ്ട്രീയ മേൽക്കൈ മറികടക്കാൻ പൊതുജനങ്ങൾക്കിടയിലേക്കിറങ്ങാൻ UDF. ശബരിമല വിഷയത്തിൽ കോട്ടയത്ത് ഇന്ന് UDF വിശദീകരണ യോഗം നടത്തും. SNDPക്ക് പിന്നാലെ NSS കൂടി ഇടത്തേക്ക് ചാഞ്ഞതോടെ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് ആശങ്കകളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ അകൽച്ച ഇല്ലാതാക്കാനാണ് UDF തീരുമാനം. സമുദായ സംഘടനകളെ കുറ്റപ്പെടുത്താതെ LDFനെ ആക്രമിച്ചായിരിക്കും UDF കരുനീക്കം. G സുകുമാരൻ നായരെ ആക്ഷേപിക്കുന്ന ഫ്ലെക്സുകൾക്ക് പിന്നിൽ BJP ആണെന്ന പ്രചാരണവും UDF ശക്തമാക്കും. തുടർച്ചയായ 3-ാം ഭരണം. ഈ ഒറ്റ ലക്ഷ്യത്തിലാണിപ്പോൾ കേരള CPM.
മുമ്പ് എതിർപക്ഷത്തായിരുന്ന സംഘടനകളെയും സംഘടനാ നേതാക്കളെയും ആത്മീയ മേഖലയിൽ സ്വാധീനമുള്ളവരെയും ഒപ്പം നിർത്തിയാണ് പുതിയ നീക്കം. പതിവ് ശീലങ്ങൾ വിട്ടുള്ള ഈ തന്ത്രത്തിനെതിരെ കടുത്ത വിമർശനവും പരിഹാസവും ഉയരുന്നുണ്ട്. അങ്ങനെ പരിഹസിച്ച് തള്ളാവുന്നതാണോ CPM തന്ത്രങ്ങൾ? ആർ കിരൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തുടർച്ചയായ മൂന്നാം ഭരണം. ഈ ഒറ്റ ലക്ഷ്യത്തിലാണിപ്പോൾ കേരള CPM. SNDPയും NSSും KPMSും മുതൽ അമൃതാനന്ദമയി മഠത്തെ വരെ ഒപ്പം നിർത്തിയാണ് നീക്കം. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ അമൃതാനന്ദമയിക്ക് സർക്കാർ ആദരം നൽകി. ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമയി പ്രസംഗിച്ചതിൻ്റെ രജത ജൂബിലിയുടെ ഭാഗമായാണ് ആദരവ്. മുമ്പ് എതിർപക്ഷത്തായിരുന്ന സംഘടനകളെയും സംഘടനാ നേതാക്കളെയും ആത്മീയ മേഖലയിൽ സ്വാധീനമുള്ളവരെയും ഒപ്പം നിർത്തിയാണ് CPMന്റെ പുതിയ നീക്കം. പതിവ് ശീലങ്ങൾ വിട്ടുള്ള ഈ തന്ത്രത്തിനെതിരെ കടുത്ത വിമർശനവും പരിഹാസവും ഒക്കെ ഉയരുന്നുണ്ട്. ആശയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള ചോദ്യവും ഉണ്ട്. പക്ഷേ അങ്ങനെ പരിഹസിച്ച് തള്ളാവുന്ന ഒന്നാണോ CPMന്റെ ഈ തന്ത്രങ്ങൾ? ഇത് പരിശോധിക്കാം. തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലായി ഇടതുമുന്നണിക്ക് വലിയ മേൽക്കൈയുണ്ട്. ഇതിൽ കാര്യമായ ഇടിവ് തട്ടാതെ സൂക്ഷിക്കുക. ഒപ്പം കേരള കോൺഗ്രസ് സഹായത്താൽ മധ്യ കേരളം നിലനിർത്തുക. മലബാറിൽ തൽസ്ഥിതി നിലനിർത്തുക. അങ്ങനെയായാൽ സീറ്റെണ്ണം ഇനി കുറഞ്ഞാലും ഭരണ തുടർച്ച സാധ്യമാകും. മലബാറിൽ ഇരു മുന്നണികൾക്കും ശക്തി കേന്ദ്രങ്ങളുണ്ട്. അതിൽ വലിയ അട്ടിമറിക്കുള്ള സാധ്യത വളരെ കുറവാണ്. സീറ്റെണ്ണത്തിൽ വലിയ തോതിൽ കൂടാനോ കുറയാനോ ഉള്ള സാധ്യത ഇല്ല എന്നർത്ഥം. എന്നാൽ തെക്കൻ കേരളം അങ്ങനെയല്ല. എങ്ങോട്ടും മറിയാനുള്ള സാധ്യത എപ്പോഴുമുണ്ട്. ഇന്ന സീറ്റിൽ ഇന്ന മുന്നണി ആരെ നിർത്തിയാലും ജയിക്കും എന്നൊന്നും ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന മണ്ഡലങ്ങൾ ഇല്ല എന്നു തന്നെ പറയാം. നിയമസഭയിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്ത അതേ വോട്ടർമാർ തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ വിജയിപ്പിച്ചത്. പക്ഷേ വടക്കൻ കേരളത്തിൽ നിന്നും വ്യത്യസ്തമായി തെക്കൻ കേരളത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സമുദായ സംഘടനകൾക്ക് വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് കൂടുതൽ സ്വാധീനമുള്ളത് തെക്കൻ കേരളത്തിലെ ജില്ലകളിലാണ്. അതിന് SNDP ആയാലും NSS ആയാലും KPMS ആയാലും സമുദായ നേതൃത്വത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന സമുദായ അംഗങ്ങൾ കൂടുതലുള്ളത് ഈ തെക്കൻ ജില്ലകളിലാണ്. അവിടെയാണ് CPM ഇപ്പോൾ നടത്തുന്ന സമുദായ നയതന്ത്രത്തിൻ്റെ പ്രാധാന്യം. SNDP, NSS, KPMS നേതാക്കളും അമൃതാനന്ദമയി മഠത്തിൻ്റെ പിന്തുണയും ഉണ്ട് എന്ന് കരുതി ഈ സമുദായങ്ങളിൽ ഉൾപ്പെടുന്നവരെല്ലാം തന്നെ ഇവർ പറയുന്നത് കേട്ട് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യും എന്നൊന്നും ഇടതുമുന്നണിക്കോ CPMനോ വിശ്വാസമില്ല. എന്ന് മാത്രമല്ല, ഇവർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം തിരിച്ചു വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഈ സമുദായത്തിലുണ്ട് എന്നതും CPMന് നന്നായി അറിയുകയും ചെയ്യാം. പക്ഷേ നേതാക്കളെ ഒപ്പം നിർത്തിയാൽ പല ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇവർ പരസ്യമായി ഇടതുമുന്നണിക്കെതിരെ വരില്ല എന്നതാണ്. മറ്റൊന്ന്, ഇടതുമുന്നണിയിലേക്ക് അണികളെ അടുപ്പിക്കാനും എതിർചേരിയുമായി അകറ്റാനും ഉതകുന്ന തന്ത്രങ്ങൾ അവർ തന്നെ പ്രയോഗിക്കുകയും ചെയ്യും. നേരിട്ട് രാഷ്ട്രീയം പറയാതെ മറ്റു പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ മുന്നണി നമുക്കെതിരാണ്, ഈ പാർട്ടി നമുക്കെതിരാണ്, അല്ലെങ്കിൽ ഇവർ നമ്മളെ അനുകൂലിക്കുന്നവരാണ്, ഇവരെ ഈ സമയത്ത് നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ. ചരിത്രത്തിൽ നിന്ന് അങ്ങനെ എത്രയെങ്കിലും കാര്യങ്ങൾ ഏത് പാർട്ടിക്ക് അനുകൂലമായും എതിരായും ഒക്കെ തിരഞ്ഞെടുക്കാൻ കൃത്യമായി അറിയുന്ന ആളുകളാണ്. ഇത് നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന നേതാക്കളാണ് വെള്ളാപ്പള്ളി ആയാലും സുകുമാരൻ നായരായാലും. അവർ ഇതിൽ വേന്ദ്രന്മാരാണ് എന്ന് തന്നെ പറയാം. ഹിന്ദു മതത്തിലെ പ്രധാന ജാതി വിഭാഗങ്ങളെയും സംഘടനകളെയും ഒക്കെ ഇടതുമുന്നണി തുണയ്ക്കുന്നു, അല്ലെങ്കിൽ അവരെല്ലാവരുടെയും പിന്തുണ ഇടതുമുന്നണിക്കാണ് എന്നൊരു പ്രതീതി വന്നാൽ സംഘടന എന്നതിനപ്പുറം സംഘടനാ നേതാക്കളൊക്കെ തന്നെയാണ് ഈ നേതാക്കളാണ് സംഘടനയെ പ്രതിനിധീകരിക്കുന്നത്. സംഘടന അങ്ങനെ ഒരു ചർച്ച ചെയ്ത് തീരുമാനമെടുത്താണോ ഇവർ പലപ്പോഴും ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതെന്നുള്ള ചോദ്യം മറ്റൊന്ന്. പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ച് ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. കേരളത്തിലെ ഹിന്ദു മതത്തിലെ പ്രധാനപ്പെട്ട ജാതി വിഭാഗങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, ഈഴവ വിഭാഗത്തിൻ്റെതായാലും നായർ വിഭാഗത്തിൻ്റെതായാലും പുലയ വിഭാഗത്തിൻ്റെ ആയാലും ഒക്കെ പിന്തുണക്കും. ഒപ്പം മറ്റ് എണ്ണം കുറവായ ജാതി വിഭാഗങ്ങളുടെയൊക്കെ കുറേ സംഘടനകളുമൊക്കെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം പങ്കെടുത്തവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പിന്തുണ, അങ്ങനെ ഇവരെല്ലാവരും ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായി ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു കാറ്റ് കേരളത്തിലുണ്ട് എന്നൊരു തോന്നൽ, അങ്ങനെ ഒരു ജയപ്രതീക്ഷ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പല വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയാൽ മറ്റൊന്ന്, തെക്കൻ കേരളം ഇങ്ങനെ കാര്യമായ പരിക്കില്ലാതെ കഴിഞ്ഞ തവണയും അതിന് മുമ്പിൽ തവണയും ഒക്കെ 2006 മുതൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ
തിരുവനന്തപുരമായാലും കൊല്ലമായാലും ആലപ്പുഴ ജില്ലയായാലും ഒക്കെ ഇടതുമുന്നണി ജയിച്ചുകൊണ്ടേയിരിക്കുന്നത്. സമ്പൂർണ്ണ വിജയം പോലും നേടിയ വർഷങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് ഉമ്മൻചാണ്ടി 3 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഭരിച്ചപ്പോൾ പോലും ഈ ജില്ലകളൊക്കെ ഇടതുമുന്നണിക്കൊപ്പമാണ് നിന്നത് എന്നതുകൂടി ഓർക്കണം. അപ്പോൾ ആ കണക്കിൽ കാര്യമായ ഇടിവുണ്ടാവരുത്. ചെറിയ തോതിൽ അവിടെ പിന്നോക്കം പോയാലും കാര്യമായ ഇടിവുണ്ടാകാതെ നിർത്താൻ ഈ സമുദായ സംഘടനകളുടെ സഹായം അല്ലെങ്കിൽ അവരുമായി ചേർന്ന് നിൽക്കുന്ന സഹായിക്കും എന്നൊരു പ്രതീക്ഷ CPM-നുണ്ട്. അമൃതാനന്ദമയി അനുയായികൾക്കിടയിൽ മാത്രമല്ല, തീരമേഖലയിൽ വലിയ സ്വാധീനം കൂടി അമൃതാനന്ദമയിക്കുണ്ട്. ഒരു കാലത്ത് BJP-യും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്കായിരുന്നു അമൃതാനന്ദമയുമായി ആ മഠവുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നത്. വിവിധ കാരണങ്ങളാൽ BJP-യിലെ പുതുതലമുറ നേതാക്കളുമായി മഠത്തിലുണ്ടായ അകൽച്ചയുടെ സൂചനകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇതിനെ ഫലപ്രദമായി CPM ഉപയോഗിക്കുകയായിരുന്നു. ഇതിൽ മറ്റൊരു വിമർശനമുള്ളത് മുൻ ശീലങ്ങൾ വിട്ടുള്ള നീക്കങ്ങളല്ലേ ഇതെന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 2016 തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ പരസ്യമായി എതിർത്തും വെല്ലുവിളിച്ചുമാണ് VS അടക്കമുള്ള നേതാക്കൾ പ്രചരണ രംഗത്ത് ഉറച്ചു നിന്നത്. CPM പിന്തുണയുടെ നട്ടെല്ലായി നിൽക്കുന്ന ഈഴവ വിഭാഗത്തിൽ നിന്നും BDJS-ലേക്ക് ഇതേ വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും ഒക്കെ നേതൃത്വം നൽകുന്ന BDJS-ലേക്ക് ആളുകൾ നീങ്ങുന്നത് തടയാൻ കഴിഞ്ഞതുമൊക്കെ വെള്ളാപ്പള്ളിക്കെതിരായ ഈ തുറന്ന ആക്രമണത്തിലൂടെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി, പുതിയ നീക്കങ്ങൾ ആ കാലത്തിനൊത്ത് നടത്തുന്നു എന്ന് വേണമെങ്കിലും കരുതാം. ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടിയെയും KM മാണിയെയും ഒക്കെ ചൂണ്ടിക്കാട്ടി ഹിന്ദു വോട്ടുറപ്പിക്കാനുള്ള പരോക്ഷമായ പ്രസ്താവനകളൊക്കെ മുമ്പും ഇടതുമുന്നണി നടത്തിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ മാത്രമല്ല ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നതുകൂടി ഓർക്കാനാണ് ഇതൊക്കെ സൂചിപ്പിച്ചത്. സമുദായ സംഘടനാ നേതാക്കളെ ഒപ്പം നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് UDF-ൻ്റെ തന്ത്രമായിരുന്നു. അതേ തന്ത്രമാണ് പുതിയ രൂപത്തിൽ CPM ഇപ്പോൾ പയറ്റുന്നത്. അതുകൊണ്ട് തന്നെ UDF-ന് ഇതിനെ എത്രത്തോളം എതിർക്കാൻ കഴിയും എന്നുള്ള ചോദ്യമുണ്ട്. സമുദായ സംഘടനകളെ നേതാക്കളെ എതിർക്കാൻ BJP-ക്കും കഴിയില്ല. അതാണ് CPM-നെ ഒരു പ്ലസ് പോയിൻ്റായി. ഈ തന്ത്രമാണെന്ന് അറിയുമ്പോൾ പോലും ഇതിനെ തുറന്നെതിർക്കാൻ കഴിയാത്ത അവസ്ഥ. ഒരേപോലെ CPM നേരത്തെയൊക്കെ ഈ കോൺഗ്രസ് ഇത് ചെയ്തപ്പോൾ തുറന്നെതിർത്തതുപോലെ തുറന്നെതിർക്കാൻ കോൺഗ്രസിനോ BJP-ക്കോ എത്രത്തോളം കഴിയും എന്നുള്ള ചോദ്യമുണ്ട്. ഈ ആശയപ്രശ്നങ്ങൾ സ്വാഭാവികമായും പാർട്ടി അനുഭാവികളും ഇടത് അനുകൂലികളുമൊക്കെ ഉന്നയിക്കും. അത് പ്രധാനമാണ് താനും. അനുയായികളെയും ഇടത് അനുഭാവികളെയും ഒക്കെ എത്രത്തോളം ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് പാർട്ടിക്ക് മുന്നിലെ വലിയ വെല്ലുവിളിയുമാണ്. ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ കൂടിയാണ് ഈ സമുദായ നേതാക്കളുമായുള്ള ചങ്ങാത്തം. അതിൻ്റെ അപകടം നന്നായി അറിയുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. അടുപ്പിച്ചാൽ അടുപ്പുകല്ലും കൊണ്ട് പോകും എന്ന നാടൻ ചൊല്ലുപോലെയാണ് പലപ്പോഴും ഈ സമുദായ നേതാക്കളെ അടുപ്പിച്ചാലുള്ള പ്രശ്നങ്ങളും. സ്ഥാനാർത്ഥി നിർണയം മുതൽ മന്ത്രിസ്ഥാനം നിർണ്ണയിക്കുന്നതിൽ വരെ അനുനയവും സമ്മർദ്ദവും ഒക്കെയായി ഇവർ വരും. അതിനെ അതിജീവിക്കാനും കഴിയണം. എന്തായാലും തള്ളിക്കളയാവുന്ന ഒരു തന്ത്രമല്ല CPM ഇപ്പോൾ പ്രയോഗിക്കുന്നത്. ഇരുതല മൂർച്ചയുള്ള ഈ വാൾ കൊണ്ടുള്ള ഈ കളി വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുമാണ്. കിരൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. CPM വനിതാ നേതാവ് KJ ഷൈനെതിരായ സൈബർ അതിക്രമ പരാതിയിൽ അന്വേഷണ സംഘം ഇന്ന് പ്രത്യേക യോഗം ചേരും. ഓൺലൈനായാണ് യോഗം ചേരുക. കേസിൽ അറസ്റ്റിലായ KM ഷാജഹാന് കോടതി വേഗത്തിൽ ജാമ്യം നൽകിയത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായിരുന്നു. ഈ സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകണമെന്നതിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട്. KJ ഷൈൻ്റെയും വൈപ്പിൻ MLA-യുടെയും പരാതിയിലെ 1-ാം പ്രതി CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചേക്കും. ഏഷ്യാകപ്പിലെ അവസാന സൂപ്പർ ഓവർ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ടൈ ആയ മത്സരത്തിൽ സൂപ്പർ ഓവറിലാണ് ഇന്ത്യ ജയിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുത്തപ്പോൾ ലങ്കയ്ക്കും 5 വിക്കറ്റിന് 202 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. സൂപ്പർ ഓവറിൽ 3 റൺസ് മാത്രമായിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം. ആദ്യ പന്തിൽ തന്നെ സൂര്യകുമാർ യാദവ് ഇന്ത്യയെ ജയത്തിൽ എത്തിച്ചു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് MS ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ഹരി, വളരെ കരുത്തുറ്റൊരു പോരാട്ടം തന്നെയായിരുന്നു. അവസാനം സൂപ്പർ ഓവറിലേക്ക് കടന്നിട്ടാണ് വിജയിയെ കണ്ടെത്തുന്നത്. എന്തായാലും ഇന്ത്യയുടെ അപരാജിത കുതിപ്പ് അത് നമ്മൾ കണ്ടു. ഇനി ഫൈനലിലേക്കുള്ള കാത്തിരിപ്പാണ്. അതെ, തീർച്ചയായും. ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ആ മത്സരത്തിൻ്റെ വിധി എന്ത് തന്നെയായാൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ എന്നത് ഉറപ്പിച്ചിരുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ വളരെ ആവേശകരമായ മത്സരം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 202 എന്ന സ്കോർ ആദ്യം പടുത്തുയർത്തുന്നു. ശ്രീലങ്ക ആവട്ടെ ഇന്ത്യക്ക് ചെറിയൊരു ഷോക്കൊന്നുമല്ല കൊടുത്തത്. 202 റൺസ് എടുത്തു. അതിൽ 10 നിസ്സംഗ സെഞ്ചുറി അടിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ കുശാൽ പെരേരയെയും
ഇന്ത്യയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ശ്രീലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് കൂട്ടിയെടുക്കുകയും ചെയ്തു. പക്ഷേ പ്രധാനമായും പറയാനുള്ളത് ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പാണ്. പ്രത്യേകിച്ച് ശ്രീലങ്ക വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചേസ് ഡൗൺ ചെയ്തത്. പക്ഷേ എന്നാൽ പോലും 202 അവസാനിക്കേണ്ടി വന്നു. സൂപ്പർ ഓവറിലേക്ക് കളി മാറി. സൂപ്പർ ഓവറിലേക്ക് കളി മാറിയപ്പോഴേക്കും ശ്രീലങ്ക വെറും 2 റൺസ് മാത്രമാണ് എടുത്തത്. അതിൽ അവർക്ക് 2 വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. അതിൽ താരമായി മാറിയത് അർഷ്ദീപ് സിംഗ് ആണ്. അർഷ്ദീപാണ് സൂപ്പർ ഓവർ ഇന്ത്യക്ക് വേണ്ടി എറിഞ്ഞത്. വെറും 2 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അതിലൊരു വൈഡും ഉണ്ടായിരുന്നു. ആകെ ബാറ്റിൽ നിന്നും ശ്രീലങ്ക നേടിയത് ഒരൊറ്റ റണ്ണാണ്. അങ്ങനെ 2 റൺസ് നേടി സൂര്യകുമാർ യാദവ് വന്ന് ആദ്യത്തെ പന്തിൽ തന്നെ കളി ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ മത്സരത്തിൽ വളരെ ആകാംക്ഷ നിറഞ്ഞ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. വളരെ ആവേശം നിറഞ്ഞ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹർഷിത് റാണയുടെ കുറച്ച് സ്ലെഡ്ജിങ്ങും അതിന് ശ്രീലങ്ക കൊടുത്ത മറുപടിയും അതൊക്കെ തന്നെ കളിക്കളത്തിൽ കാണാൻ വലിയ രസമായിരുന്നു. പക്ഷേ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെ വന്ന് പക്ഷേ സൂപ്പർ 4ലേക്ക് വന്നപ്പോഴേക്കും എല്ലാ മത്സരങ്ങളും പരാജയപ്പെടുന്ന ഒരു ടീമായിട്ട് ശ്രീലങ്ക മാറുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു മത്സരവും തോക്കാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത്. ഫൈനൽ കളിക്കാൻ പോകുന്നത് പാകിസ്ഥാനെതിരെ ഞായറാഴ്ച അതേ നാളെ. പക്ഷേ പാകിസ്ഥാനുമായിട്ട് ഈ ഏഷ്യ കപ്പിൽ നടന്ന 2 മത്സരങ്ങളിലും പരാജയം തന്നെയാണ് പാകിസ്ഥാൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ മൊമെന്റം വലിയ രീതിയിൽ ഇന്ത്യക്ക് മേൽ തന്നെയാണുള്ളത്. ഈ ഏഷ്യ കപ്പിന്റെ ഡിഫൻഡിംഗ് ചാമ്പ്യൻസായ ഇന്ത്യക്ക് തീർച്ചയായും ഫൈനലിലും അതേപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന മത്സരങ്ങളെ പോലെ തന്നെ ജയത്തോടെ ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യയുടെ കയ്യിൽ തന്നെ വരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും ഇന്ത്യ ഫൈനലിലേക്ക് ഇറങ്ങുന്നത് എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. പക്ഷേ ഈ ടൂർണമെന്റിൽ ഏറ്റവും വലിയ ഷോക്കിംഗ് ഒരു മത്സരമായിട്ട് ഇന്ത്യക്ക് മാറിയത് ശ്രീലങ്കയ്ക്കായിട്ടുള്ള മത്സരം തന്നെയാണ്. പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറ കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലായിരുന്നു. ഹർഷിത് റാണയും അർഷ്ദീപ് സിംഗും തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ബൗളിംഗ് അറ്റാക്ക് ലീഡ് ചെയ്തത്. ആ ഒരു ഘട്ടത്തിൽ എത്തി നോക്കുമ്പോഴേക്കും ഫൈനലിൽ ടീമിൽ എന്തായാലും മാറ്റമുണ്ടാകും. പക്ഷേ എന്നാൽ പോലും ബുംറ ഇല്ലെങ്കിൽ പോലും ഒരു ടൈയിലേക്ക് വന്നു. അവസാനം സൂപ്പർ ഓവറിലേക്ക് കളി മാറേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നത് അത്യാവശ്യം നെയിൽ ബൈറ്റിംഗ് ഫിനിഷ് തന്നെയായിട്ടാണ് മത്സരം മാറുകയും ചെയ്തത്. ഇന്ത്യക്ക് പക്ഷേ ഓവറോൾ ഒരു അപ്പർ ഹാൻഡ് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സൂപ്പർ ഓവറിലും ആദ്യത്തെ ശ്രീലങ്ക ബാറ്റിംഗ് ഇറങ്ങി 2 റൺസിലേക്ക് ഒതുങ്ങിയപ്പോൾ തന്നെ ഇന്ത്യ ജയം ഉറപ്പിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. അത് സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ ആദ്യത്തെ പന്തിൽ തന്നെ ഫിനിഷ് ചെയ്തതോടുകൂടി ആ മത്സരത്തിലും വലിയ നിർണായകമായ ഘട്ടം മാറി. പക്ഷേ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ ഇന്നിംഗ്സ് ആണ്. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ തുടക്കത്തിൽ 31 പന്തിൽ നിന്നും 61 റൺസ് നേടി. അതോടൊപ്പം തന്നെ ശുഭ്മൻ ഗില്ലിനും സൂര്യകുമാർ യാദവിനും തിളങ്ങാൻ സാധിച്ചില്ല. ശുഭ്മൻ ഗില്ല് 4 റൺസിന് പുറത്തായി. സൂര്യകുമാർ യാദവ് 12 റൺസിന് പുറത്തായി. എടുത്തു പറയുന്ന മറ്റൊരു ഇന്നിംഗ്സ് സഞ്ജു സാംസന്റെ ആണ്. സഞ്ജു സാംസൺ 23 പന്തിൽ നിന്നും 39 റൺസാണ് സഞ്ജു നേടിയത്. തിലക് വർമ്മ 49 നോട്ട് ഔട്ടുമായിട്ട് നിന്നു. ഇങ്ങനെ ഒരു സ്കോറിലാണ് 202 എത്തിയത്. പിന്നീടാണ് ചേസ് ഡൗൺ ചെയ്ത നിസംഗയും കുശാൽ പെരേരയും ശ്രീലങ്ക ഒരു മികച്ച ടോട്ടൽ അതായത് 202 കൊണ്ട് എത്തിക്കാൻ സാധിച്ചു. പക്ഷേ ജയത്തിലേക്ക് ശ്രീലങ്കയ്ക്ക് എത്തിക്കാൻ സാധിച്ചില്ല. പക്ഷേ ആര്യ ഉറ്റുനോക്കുന്നത് നാളത്തെ മത്സരം ഫൈനൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഫൈനൽ തന്നെയാണ് എന്നതും എടുത്ത് സൂചിപ്പിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും MS ഹരീഷിനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഐക്യരാഷ്ട്രസഭ അതിന്റെ 80ാം വാർഷികത്തിലേക്ക് അടുക്കുന്നു. ഇന്ത്യയെ പോലുള്ള വളർന്നുവരുന്ന ശക്തികളെ അംഗീകരിക്കാതെ UN-ന് ഇനി മുന്നോട്ടു പോക്ക് സാധ്യമാണോ? മുൻപെങ്ങുമില്ലാത്ത വിധം UN-ന്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണിത്. UN-ന്റെ ഭാവി എങ്ങനെ? ശ്രീജ ശ്യാം വിശദീകരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ അഥവാ യുണൈറ്റഡ് നേഷൻസ് അതിന്റെ 80ാം വാർഷികത്തിലേക്ക് അടുക്കുമ്പോൾ ലോകം മുമ്പെങ്ങുമില്ലാത്ത വിധം UN-ന്റെ നിലനിൽപ്പിനെയും പ്രസക്തിയെയും ചോദ്യം ചെയ്യുകയാണ്. ശീതയുദ്ധത്തിന് ശേഷമുള്ള ലോകക്രമത്തെ സമാധാനത്തോടെ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഈ ആഗോള സ്ഥാപനം ഇന്ന് വലിയ പ്രതിസന്ധി നേരിടുന്നു. വൻ ശക്തികൾ തമ്മിലുള്ള കിടമത്സരം, സാമ്പത്തിക പ്രതിസന്ധി, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മാറ്റമില്ലാതെ തുടരുന്ന ലോകഘടന എന്നിവയൊക്കെയാണ് UN-ന്റെ വിശ്വാസ്യതയെ പ്രതിസന്ധിയിലാക്കുന്നത്. യുക്രൈൻ, സുഡാൻ, ഗാസ തുടങ്ങിയ ഇടങ്ങളിൽ എത്രയോ നാളായി സംഘർഷം തുടരുകയാണ്. പ്രധാന ലോകശക്തികൾ UN-നെ മറികടന്ന് ഇവിടെയൊക്കെ സ്വന്തം താൽപ്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നതും യുദ്ധാനന്തര ലോകക്രമത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. പാരിസ്ഥിതിക വെല്ലുവിളികൾ, സാങ്കേതിക വിദ്യാ മുന്നേറ്റങ്ങൾ, വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വം തുടങ്ങിയ ആഗോള വെല്ലുവിളികളും മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും UN-ന്റെ സമഗ്രമായ പരിഷ്കരണത്തിന്റെ അടിയന്തര ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ സമയത്ത് തന്നെയാണ് ആഗോളതലത്തിൽ ഇന്ത്യ തങ്ങളുടെ ശ്രദ്ധേയ സാന്നിധ്യം അറിയിക്കുന്നത്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രസക്തി ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്തിന് അർഹമായ സ്ഥാനവും സ്വാധീനവും ലഭിക്കേണ്ടതിന്റെ ആവശ്യകതയും ഉയർത്തിക്കാണിക്കുന്നു. 1945-ൽ 51 അംഗരാജ്യങ്ങളുമായി സ്ഥാപിതമായതു മുതൽ UN സമാധാനം, സുരക്ഷ, സഹകരണം എന്നിവ ഉറപ്പാക്കാനാണ് ശ്രമിച്ചത്. ഇന്ന് 193 രാജ്യങ്ങൾ UN-ൽ അംഗങ്ങളാണ്.
യുദ്ധം ഒഴിവാക്കൽ, സമാധാന ദൗത്യങ്ങൾ, കോളനിവൽക്കരണത്തിൽ നിന്നുള്ള മോചനം, വികസ്വര രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൽ, ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടം, സഹായം ഏകോപിപ്പിക്കൽ ഇവയൊക്കെയാണ് UN ചെയ്തു വരുന്നത്. ഇതോടൊപ്പം മറ്റൊരു പ്രധാന റോൾ കൂടി UN വഹിക്കുന്നുണ്ട്. 2 സൂപ്പർ പവറുകളുടെ രൂക്ഷമായ മത്സരത്തെ അതിജീവിച്ച് സമാധാനപരമായ ഒരു ലോക സാഹചര്യം സൃഷ്ടിക്കുകയാണത്. എങ്കിലും ഈ 8ാമത്തെ പതിറ്റാണ്ട് എത്തുമ്പോൾ UN-ന്റെ ഘടനാപരമായ വിള്ളലുകൾ തുറന്നു കാട്ടപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സുരക്ഷാ കൗൺസിൽ പലപ്പോഴും P5, അതായത് സ്ഥിരാംഗങ്ങളായ 5 രാജ്യങ്ങൾ, ഇവരുടെ വീറ്റോ അധികാരത്തിൽ സ്തംഭിച്ചു പോകുന്നു. എ കാർ വിത്ത് എക്സലന്റ് എഞ്ചിൻ പവർ ബട്ട് എ ജാംഡ് സ്റ്റിയറിംഗ് വീൽ, അതായത് കാറ് കൊള്ളാം, എഞ്ചിൻ കൊള്ളാം, പക്ഷേ സ്റ്റിയറിംഗ് വീൽ അനക്കാനാവില്ല എന്നതാണ് UN-നെ പറ്റി വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചില രാജ്യങ്ങൾ ഫണ്ടിംഗ് തടഞ്ഞു വെക്കുന്നത്, ഏജൻസികളിൽ നിന്ന് പിന്മാറുന്നത് തുടങ്ങിയവയൊക്കെ UN-ന്റെ പ്രവർത്തനശേഷിയെ പരിമിതപ്പെടുത്തുകയും അതിൻ്റെ പ്രസക്തി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ആഗോളതലത്തിലുള്ള കൂട്ടായ മേൽനോട്ടം എന്ന ആശയത്തെ തന്നെ ഇത് ദുർബലപ്പെടുത്തുന്നുമുണ്ട്. UN-ന്റെ പരിഷ്കരണത്തിനായുള്ള ആവശ്യം പുതിയതല്ലെങ്കിലും ഈ 80ാം വയസ്സെത്തുമ്പോൾ അത് സമാനതകളില്ലാത്ത തരത്തിലൊരു അടിയന്തര സ്വഭാവം കൈവരിച്ചിരിക്കുന്നു. കാരണം ഇന്നത്തെ ലോകം 1945-ൽ UN രൂപീകൃതമായ സമയത്തെ ലോകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. സുരക്ഷാ കൗൺസിലിന്റെ ഇപ്പോഴത്തെ ഘടന ഇന്നത്തെ ആഗോള യാഥാർത്ഥ്യങ്ങളെ ഒന്നും പ്രതിഫലിപ്പിക്കുന്നില്ല എന്നതാണ് വാസ്തവം. 45-ലെ ലോകശക്തികൾക്ക് അമിതമായ അധികാരം നൽകുന്ന ആ ഘടന ആ രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ നിയമസാധുതയെയും വിശ്വാസ്യതയെയും ഇല്ലാതാക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും അതിവേഗം വളരുന്നതുമായ പല രാജ്യങ്ങൾക്കും പ്രാതിനിധ്യമില്ലാത്തത് ആ UN എന്ന സംഘടനയുടെ പ്രവർത്തനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നു. സ്ഥാപനപരമായ അസന്തുലിതാവസ്ഥ വികസ്വര രാജ്യങ്ങളെ കടബാധ്യതയും തുല്യമല്ലാത്ത പ്രാതിനിധ്യവുമായി മല്ലിടാനാണ് പലപ്പോഴും പ്രേരിപ്പിക്കുന്നത്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോഴും പഴയ കൊളോണിയൽ വിഭജനങ്ങളുടെ സ്വാധീനം അതിൽ ഉണ്ടാവാറുണ്ട് എന്നും വിമർശനമുണ്ട്. കാലാവസ്ഥാ പ്രതിസന്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ ഭീഷണികൾ, അതിർത്തി കടന്നുള്ള ആരോഗ്യ അടിയന്തരാവസ്ഥകൾ എന്നിവയെ അഭിമുഖീകരിക്കാൻ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള UN-ന്റെ ചട്ടക്കൂടിന് കഴിയുന്നില്ല. UN-ന് തുടക്കം കുറിച്ചവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വെല്ലുവിളികളാണ് ഇതൊക്കെ. പരിഷ്കരണം എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിനാകെ വേണ്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് കാണിക്കുന്നത്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കാര്യക്ഷമത, ഉത്തരവാദിത്വം, ആധുനികമായ പ്രസക്തി എന്നിവ ലക്ഷ്യമിട്ട് UN80 ഇനീഷ്യേറ്റീവ് എന്ന വിപുലമായ ഒരു പരിഷ്കരണ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ ബ്ലൂ പ്രിന്റിന്റെ 3 പ്രധാനപ്പെട്ട പില്ലറുകൾ ഇവയൊക്കെയാണ്: കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ, ഉദ്യോഗസ്ഥ മേധാവിത്വം കുറയ്ക്കുക, സെക്രട്ടേറിയറ്റ് മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുക, ചില പ്രവർത്തനങ്ങൾ കുറഞ്ഞ ചിലവുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക. ഇതിൽ മാൻഡേറ്റ് യുക്തിസഹമാക്കൽ, കാലാഹരണപ്പെട്ട ആയിരക്കണക്കിന് പ്രമേയങ്ങൾ അവലോകനം ചെയ്യുകയും പുനഃക്രമീകരിക്കുകയും ചെയ്യുക. ഘടന പുനഃക്രമീകരിക്കൽ, അതായത് ഏജൻസികളെ ലയിപ്പിക്കുക, ഇരട്ടിപ്പ് കുറയ്ക്കുക, സാങ്കേതികവിദ്യ പ്രോത്സാഹിപ്പിക്കാനുള്ള ആക്സിലറേറ്ററുകൾ സ്ഥാപിക്കുക തുടങ്ങിയവ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമാധാനം, വികസനം, മനുഷ്യാവകാശം എന്നീ 3 അടിസ്ഥാന തത്വങ്ങളിൽ യോജിപ്പ് കൈവരിക്കാനാണ് ഈ ബ്ലൂ പ്രിന്റ് ലക്ഷ്യമിടുന്നത്. എന്നിരുന്നാലും സുരക്ഷാ കൗൺസിൽ പരിഷ്കരണം പോലുള്ള കൂടുതൽ സമൂലമായ മാറ്റങ്ങൾക്ക് അംഗരാജ്യങ്ങൾക്കിടയിൽ ഒരു സമവായം വേണം. ഇത് വലിയ വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ്. ബഹുരാഷ്ട്രവാദത്തിന്റെ പ്രധാന വക്താവാണ് ഇന്ത്യ. പുതിയ അധികാര കേന്ദ്രങ്ങളെയും ജനസംഖ്യയും ഒക്കെ അംഗീകരിക്കുന്ന പരിഷ്കാരങ്ങൾക്കായാണ് ഇന്ത്യ വാദിക്കുന്നത്. വികസിപ്പിച്ച സുരക്ഷാ കൗൺസിലിനായുള്ള ഇന്ത്യയുടെ ആവശ്യം ജർമ്മനി, ജപ്പാൻ, ബ്രസീൽ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും ഗ്ലോബൽ സൗത്തിലെ വലിയൊരു വിഭാഗവും പിന്തുണയ്ക്കുന്നുണ്ട്. ചൈന പോലുള്ള ചില രാജ്യങ്ങളുടെ എതിർപ്പ് ആ ചർച്ചയെ തടസ്സപ്പെടുത്തുന്നുവെങ്കിലും പല മേഖലകളിലും ഇന്ത്യയുടെ വളർച്ച പ്രകടമാണ്. ഉദാഹരണത്തിന് സമാധാന പരിപാലന ദൗത്യം. 50-ലധികം UN ദൗത്യങ്ങളായി ഏകദേശം 2,90,000 സമാധാന സേനാനികളെ സംഭാവന ചെയ്ത ഇന്ത്യ സൈന്യത്തെ സംഭാവന ചെയ്യുന്ന മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയുടെ വികസന പദ്ധതികളാണ് മറ്റൊരു കാര്യം. സ്വച്ഛ ഭാരത്, UN സുസ്ഥിര ലക്ഷ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. COVID-19 പാൻഡമിക് സമയത്ത് 100-ലധികം രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകിയത് ഇന്ത്യയുടെ ആ പ്രതിബദ്ധതയുടെ ഉദാഹരണമാണ്. ഗ്ലോബൽ സൗത്തിന്റെ ചാമ്പ്യൻ എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. ഏകദേശം 70 രാജ്യങ്ങളിൽ വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകിക്കൊണ്ട് ഇന്ത്യ ഗ്ലോബൽ സൗത്ത് സഹകരണത്തെ സജീവമായി പിന്തുണയ്ക്കുന്നു. ആഗോള അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനും വികസ്വര രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി ഇന്ത്യ UN-ൽ എന്നും ശബ്ദമുയർത്തുന്നുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ, മാനുഷിക സഹായം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ പ്രായോഗിക നയതന്ത്രം UN-ന്റെ ഘടനയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ നേതൃപരമായ ഒരു പങ്ക് വഹിക്കാൻ രാജ്യത്തെ സജ്ജമാക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രവും വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയും എന്ന നിലയിൽ
സുരക്ഷാ കൗൺസിൽ ഉൾപ്പെടെയുള്ള ഉന്നത സമിതികളിൽ ഇന്ത്യക്ക് തുല്യമായ പ്രാതിനിധ്യം ലഭിക്കുന്നത് UN-ന് പുതിയ ഊർജവും വിശ്വാസ്യതയും നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. UN80 ഇനിഷ്യേറ്റീവ് വിഭാവനം ചെയ്യുന്ന പരിഷ്കരണ പദ്ധതിയുമായി ഇന്ത്യയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. UN അതിന്റെ 80ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ പരിഷ്കരണം വാക്കുകളിൽ നിന്ന് ഫലങ്ങളിലേക്ക് മാറേണ്ടതുണ്ട്. ഇന്ത്യയെ പോലുള്ള വളർന്നു വരുന്ന ശക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും അടിയന്തരമായ പരിഷ്കരണത്തിലൂടെയും മാത്രമേ വരും കാലത്ത് UN-ന് നിലനിൽക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീജ ശ്യാം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. തിരുവനന്തപുരം ആര്യനാട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഇരയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് കേസെടുത്ത് പോലീസ്. ബൈക്ക് അപകടത്തെ തുടർന്ന് ആയുർവേദ ചികിത്സയ്ക്കെത്തിയ യുവതിയെ വെമ്പായം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ഫക്രുദ്ദീൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു പരാതി. ഈ കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇരയെയും കുടുംബത്തെയും സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന കേസ്. എന്റെ കാല് പിടിച്ചാൽ ഇപ്പൊ ഞാൻ പാർട്ടിയിൽ കയറ്റിയത് അറിയാം. എന്റെ കാല് പിടിച്ചുകൂടെ ഞാൻ കയറ്റിയത് അങ്ങനെയാണ്. പക്ഷെ മനു, ഞാൻ വേറെ ഒന്നും പറയില്ല. മനുവിന് എനിക്കൊന്ന് കാണണം നാളെ. ഞാൻ അവിടെ വെച്ചേക്ക് കളയാം, വേറെ കുഴപ്പമില്ല. അവിടെ വെച്ചേക്ക് കളയാം പോരെ. കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രതിഭാഗം ഇരയുടെ കുടുംബവുമായി സംസാരിച്ച ശബ്ദരേഖയാണിത്. പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസിൽ നിന്നും പിന്നോട്ടു പോകാൻ പ്രതിയുടെ ഭാഗത്തു നിന്നും ഇരയെയും കുടുംബത്തെയും സ്വാധീനിക്കാൻ ശ്രമമുണ്ടായെന്നാണ് കുടുംബം പറയുന്നത്. വലിയ തുക നൽകാമെന്ന വാഗ്ദാനം ഇരയും കുടുംബവും തള്ളിയതോടെ ഭീഷണിയുടെ സ്വരത്തിലേക്ക് കാര്യങ്ങൾ കടന്നുവെന്ന് കുടുംബം പറഞ്ഞു. 3 ലക്ഷം രൂപ തരാം, ഈ കേസ് ഒത്തുതീർപ്പാക്കണം എന്നൊക്കെ ആദ്യം മാന്യമായുള്ള രീതിയിലായിരുന്നു. പിന്നെ നമ്മളെ കള്ളക്കാശി കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ ചാനലിൽ വന്നത്. ബൈക്ക് അപകടത്തെ തുടർന്ന് ഏപ്രിൽ 17-ന് വെമ്പായം ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ ഡോക്ടർ ഫക്രുദ്ദീൻ ജാതി അധിക്ഷേപം നടത്തിയെന്നും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു പരാതി. ഈ കേസിൽ നിന്നും പിന്തിരിയാനായി യുവതിക്കെതിരെ പ്രതിഭാഗം കള്ളക്കേസ് കൊടുത്തു എന്നും യുവതി പറഞ്ഞു. അവരെ കുടുംബ ചരിത്രം അറിഞ്ഞാണ് അവരെ മോള് ഡോക്ടർ, അവരെ ഭാര്യ ഡോക്ടർ, ഭർത്താവ് ഡോക്ടർ എന്ന് പറഞ്ഞ് ഞാൻ പൈസ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ കേസ് കൊടുത്തതെന്ന് എന്റെ പേര് കള്ളക്കേസ് കൊടുത്തു. അപ്പോൾ ഞാൻ അതല്ലെന്നുള്ള കാര്യം ഇവിടെ കോടതിക്ക് തെളിഞ്ഞു, സത്യത തെളിഞ്ഞു. അതുകൊണ്ട് അവർ അന്ന് തന്നെ അവിടെ വെച്ച് തന്നെ ഹൈക്കോടതി വെച്ച് തന്നെ അവർ കൊടുത്ത കേസ് ജഡ്ജി വിളിച്ചു കഴിഞ്ഞായിരുന്നു. തുടക്കത്തിൽ ഫോൺ വിളികളിലൂടെ മാത്രം ഉണ്ടായിരുന്ന ഭീഷണി പിന്നീട് വീട്ടിൽ നേരിട്ടെത്തി ആരംഭിച്ചതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവാവിനെ ആത്മഹത്യയുടെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന SI-ക്കും ASI-ക്കും അഭിനന്ദന പ്രവാഹം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആറ്റിങ്ങൽ ഐലം പാലത്തിൽ ജീവനൊടുക്കാനെത്തിയ പോത്തൻകോട് സ്വദേശിയായ 23-കാരനെ അനുനയിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പാലത്തിൽ കയറി നിന്ന യുവാവിനെ ആറ്റിങ്ങൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ജിഷ്ണു, ASI മുരളീധരൻ പിള്ള എന്നിവരുടെ സൗഹാർദ്ദപരമായ ഇടപെടലിലൂടെ പിന്തിരിപ്പിക്കുകയായിരുന്നു. വ്യാപാരി വ്യവസായ സമിതി, കലാഭവൻ മണി സേവന സമിതി എന്നിവർ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഇരുവരെയും. ഒരു പെട്ടെന്ന് ഡ്രൈവറെ കിട്ടിയില്ല. അപ്പോൾ ASI അന്നത്തെ നൈറ്റ് ഓഫീസറാണ്. അപ്പോൾ ഓഫീസറെ കൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടി എടുപ്പിച്ച് ആ ഓഫീസറും SI ജിഷ്ണു കൂടെ വളരെ ഇത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. ഒരു 10 കിലോമീറ്ററിനപ്പുറം ദൂരമുള്ള ഒരു സ്ഥലമാണ്. ഇത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും വളരെ സമയോചിതമായ ഇടപെടലിലൂടെ ഒരു സഹോദര സ്നേഹത്തോടെ അവൻ്റെ വിഷമം എന്താണെന്ന് കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ട് വരാൻ കഴിഞ്ഞത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അവരുടെ ഒരു ഇൻസ്പെക്ടർ എന്നുള്ള നില, അവരുടെ ഒരു മേലധികാരി എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇനി നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് രാവിലെയിൽ കടക്കുന്നത്. തിരുവനന്തപുരം MGM സ്കൂളിലെ KG വിഭാഗത്തിലെ ടീച്ചറായ നിമ്മിയുടെയും ഭർത്താവ് ഷൈനിന്റെയും 16ാം വിവാഹ വാർഷികമാണിന്ന്. അപ്പോൾ കുട്ടികളുടെ പ്രിയപ്പെട്ട നിമ്മി ടീച്ചറിന് ആശംസകൾ അറിയിക്കുന്നത് KG വിഭാഗത്തിലെ കുട്ടികളും ടീച്ചേഴ്സും പേരൻസും ഒക്കെയാണ്. അപ്പോൾ UKGയിലെ ക്ലാസ് ടീച്ചറാണ് നമ്മുടെ നിമ്മി ടീച്ചർ. അപ്പോൾ നിമ്മി ടീച്ചറിനും ഹസ്ബൻഡിനും കുടുംബത്തിലെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ആനിവേഴ്സറി. കൊല്ലം ഓയൂർ സ്വദേശികളായ വിഷ്ണു S രാജിന്റെയും ആര്യയുടെയും മകൻ നൈലിന്റെ 2ാം ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ നൈൽ മോന് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. തിരുവനന്തപുരം ആനയറ
ഒരുവാതിൽക്കോട്ട സ്വദേശി ആദിനാഥിന്റെ ജന്മദിനമാണിത്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ ശ്രീജിത്തും അമ്മ ആര്യയുമാണ്. അപ്പോൾ ആദിനാഥ് മോന് ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ ആദി. തിരുവനന്തപുരം തൃച്ചോതിപുരം സ്വദേശി സഞ്ജീവിന്റെ 48ാം ജന്മദിനമാണ്. ആശംസകൾ അറിയിക്കുന്നത് ഭാര്യ ഗീതയും അമ്മ പത്മജയുമാണ്. അപ്പോൾ സഞ്ജീവിന് ന്യൂസ് 18 കുടുംബത്തിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. തിരുവനന്തപുരം ആനയറ ഒരുവാതിൽക്കോട്ട സ്വദേശി ആദിനാഥിന്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ ആദിനാഥിന് ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ ശ്രീജിത്തും അമ്മ ദിവ്യയുമാണ്. അപ്പോൾ ആദിനാഥിന് ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോനെ. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.